പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള 6 പേർക്ക് ജീവഹാനി നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതിലേറ്റവും ഒടുവിലത്തെ ആളാണ് സിബിൻ ടി എബ്രഹാം. ഏതാനും വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയും കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. രാത്രി ഷിഫ്റ്റ് പൂർത്തിയാക്കി പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഫ്ളാറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങിയത്. ഏറെക്കുറെ 1.5 മണിക്കൂർ കൂടി കഴിയുന്ന വേളയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ സജി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഈ പുള്ളി എന്ന് പറയുന്നു എന്തോ ഫ്ലാറ്റിൽ തീ പിടിച്ച് അവന് രണ്ടാമത്തെ നാട്ടിലായിരുന്നു എന്ന് പറയുന്നു. അവിടെ ആയിരുന്നു താമസിച്ചത്. കൂട്ടത്തിൽ മറ്റാരെങ്കിലും രക്ഷപ്പെട്ടവരായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ചാടി കാലൊടിഞ്ഞെന്നൊക്കെ പറയുന്നു. എന്താണെന്നുള്ള വിശദി കറക്റ്റായിട്ട് അറിയത്തില്ല. കൂടുതൽ ആളുകൾ ഞാനവിടെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നുകൊണ്ട് ഈ പുക സെൻട്രലൈസ്ഡ് AC സിസ്റ്റത്തിൽ കൂടെ വന്ന് ഈ ഉറങ്ങിക്കിടന്ന ആളുകൾ പോലും ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ വിഷപ്പുക ശ്വസിച്ചാണ് കൂടുതൽ ആളുകൾ ഇതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കമ്പനിയും അവരുടെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമായി. കാരണം ഇത് പലരും തൊട്ടടുത്ത ദിവസം നാട്ടിൽ വരാനിരുന്നവരാണ്. ഭാര്യ മാതാവ് ഏതാനും മാസങ്ങൾക്ക് മുൻപും മരണമടഞ്ഞു. അതിനുശേഷമാണ് സിബിൻ്റെ വേർപാട് കൂടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനിടയിൽ ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന 3ാമത്തെ മരണമാണ് എന്നുള്ളത് തീർത്താൽ തീരാത്ത ഒരു ആഘാതമായി മാറിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾക്ക് ആകമാനം.